അങ്ങനെ കുറേ ദിവസത്തെ ശേഷം ചെന്നൈയിൽ നല്ലൊരു മഴ കിട്ടിയിട്ടോ. അപ്പോൾ ചൂടിനൊക്കെ കുറച്ചൊരാശ്വാസമുണ്ട്. പക്ഷേ എനിക്കിന്ന് അടുക്കളയിൽ കയറാൻ ഒട്ടും ഇഷ്ടമായിട്ടില്ല. വെറുതെ മഴ നോക്കി അങ്ങനെ ഇരിക്കാനാണ് തോന്നിയത്. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വെച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് വിചാരിച്ചു സിമ്പിളായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപ്പ് മുളകിട്ടതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് മുളകിട്ടതും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ മോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പേളി മണീനെ പോലെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ. പക്ഷേ എനിക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ വഴുതനങ്ങ ഉപ്പേരി ആട്ടോ ഉണ്ടാക്കുന്നത്. വഴുതനങ്ങയ്ക്ക് ശരിക്ക് ഫാൻസിനേക്കാൾ കൂടുതൽ ഹേറ്റേഴ്സ് ആയിരിക്കുമല്ലേ ഉണ്ടാവുക. പക്ഷേ എനിക്കെന്തോ വഴുതനങ്ങ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതും പരിപ്പ് കറി എൻ്റെ ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയാം. ഈ ഒരു പരിപ്പ് കറി ആണെങ്കിലും ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ്. പരിപ്പും തക്കാളിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വേവിച്ചതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ വറുത്തിട്ടിടുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പരിപാടി കഴിയും. പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ ഉപ്പേരിയും ഇതൊക്കെ ആയ ശേഷം എന്തെങ്കിലും ഒരു നോൺ വെജ് നമുക്ക് വേണ്ടേ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, ഉണക്കമാന്തൽ. അതും കൂടെ ക്ലീൻ ചെയ്ത് പൊരിച്ചെടുത്തു. അപ്പോൾ അതാ എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല കുറുവരീൻ്റെ ചോറും വഴുതനങ്ങ ഉപ്പേരിയും പിന്നെ നമ്മുടെ പരിപ്പ് മുളകിട്ടതും പിന്നെ മാന്തൽ ഫ്രൈയും. അതിൻ്റെ കൂടെ ഒരു ആർഭാടത്തിന് കുറച്ച് അച്ചാറും. അത്രയേ ഉള്ളൂ.